എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗ്യാസ്ട്രൈറ്റിസ് സെലക്ട് ചെയ്യാനുള്ള കാരണം? അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് സ്റ്റൊമക്ക് റിലേറ്റഡ് ടു അസുഖമാണ്, ആമാശയമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ്. അതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നമാണ്. ഈ സ്റ്റൊമക്കുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മൈൻഡും ബോഡിയും അത് ഇൻവോൾവ് ആണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി എന്തെങ്കിലും ടെൻഷനോ അല്ലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ ഒരു കാരണമില്ലെങ്കിലും കൃത്യമായിട്ട് ആഹാരം കഴിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് ഈ അസുഖങ്ങൾ വരും. സ്ട്രോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ദി ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞ മൈൻഡാണ്. അല്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എവിഡൻസ് പറയാം. നിങ്ങൾ ഒരാഴ്ച കുളിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച പല്ല് തേക്കാതിരിക്കുക. പല്ല് തേക്കാതിരുന്നാൽ നിങ്ങൾക്ക് അൾസർ വരും, കുളിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നം ഉണ്ടാവും, സ്കിൻ പ്രോബ്ലം ഉണ്ടാവും. ഈ മെൻ്റൽ റീറ്റാർഡേഷൻ, ഈ മന്ദബുദ്ധികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എത്ര നാൾ കുളിക്കാതിരിക്കും, എത്ര നാൾ പല്ല് തേക്കാതിരിക്കും, അവർക്ക് ഈ പറയുന്ന പ്രശ്നം വരുന്നുണ്ടോ? വരുന്നില്ല. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി എന്താ? മൈൻഡാണ്. മനസ്സിലായോ? ഈ സ്ട്രെസ്സും സ്ട്രെയിനും വരുന്നവർക്ക് ഉറപ്പായിട്ട് ഗ്യാസ്ട്രിക് അൾസർ വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. പിന്നെ ഈ ഗ്യാസ്ട്രിക് അൾസർ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള പേഷ്യൻസ് മിക്കവരും പറയുന്നത് എനിക്ക് പെയിൻ, അല്ലെ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, അല്ലെങ്കിൽ കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിറയില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് ആ ടോപ്പിക്കിലൊക്കെ ഉപരി നമ്മൾ സാധാരണ നമ്മുടെ ഈ കേരളത്തിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഹോട്ടലിൽ ആദ്യമേ തരുന്നത് എന്താണ്? വെള്ളം. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ വെള്ളത്തിനത് രാവിലെ ഒരു തിളപ്പിച്ച് വെക്കും, തീരുന്നതനുസരിച്ച് പച്ചവെള്ളം കോരി ഒഴിച്ച് വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് വരുന്നവരെല്ലാം പച്ചവെള്ളം കുടിക്കും. ഈ പ്രോസസ്സല്ലേ നടക്കുന്നത്. അങ്ങനെ അവർക്ക് ഇൻഫെക്ഷൻ വരും, അല്ലേ? പിന്നെ നമ്മളൊരു കാര്യം, ഈ ചായ കാപ്പി, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ചായ കാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ പണ്ട് ഇടുക്കിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, അത് ഞാനൊരു കടയിൽ കയറി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫാക്ടറിയിൽ തേയില ഫാക്ടറി വർക്ക് ചെയ്യുന്ന ഒരു 2 ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ തേയില വേണമെന്ന് ചോദിച്ചു. ഞാൻ അവിടുന്ന് തേയില മേടിച്ചു. പുള്ളിക്കാരന് 2 പാക്കറ്റ് തേയില മേടിച്ചു. അതിന് 130-140 ആ റേഞ്ച് കൊടുത്താണ് ആ തേയില മേടിച്ചത്. പക്ഷേ അത് ഞാൻ ചങ്ങനാശ്ശേരി വന്നപ്പോഴേ 100 രൂപയ്ക്ക് കിട്ടി. അവിടെ 130 രൂപ കൊടുത്ത സാധനം ഇവിടെ വരുമ്പോൾ 100 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ അത് നമ്മളെ കളിപ്പിക്കുമല്ലേ? അവരോട് തന്നെ ഞാൻ കുറച്ച് അടുപ്പമായപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രിയൊക്കെ ഞങ്ങൾ ഗൾഫിൽ പറഞ്ഞു കൊടുക്കും, വെളി രാജ്യത്ത് കൊടുക്കും, 3rd ഡിഗ്രി മുതൽ ഇങ്ങോട്ടൊക്കെ തരത്തുള്ളൂ സാറേ എന്ന് പറയും. കൂടാതെ തന്നെ ഈ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന പയ്യന്മാരെ ശ്രമിച്ച് നോക്കുക. അവന്മാർ തന്നെ ഹോട്ടലിൽ ഫുഡ് കഴിക്കത്തില്ല, അമ്മമാർ വീട്ടിൽ നിന്ന് കൊണ്ട് കഴിക്കും. അമ്മമാരാണെങ്കിൽ നമ്മളോട് പറയും, സാറേ ആ ചത്ത കോഴിയൊക്കെ അമ്മമാരും ശരിയാക്കുന്നതെന്ന് പറയും. എല്ലാ ഹോട്ടലും അല്ല, ഇങ്ങനെ പറയും. മനസ്സിലായോ? പിന്നെ ഈ ചില പേഷ്യൻസിന് ഈ ചെസ്റ്റ് ഡിസ്കംഫോർട്ടാന്നൊക്കെ പറയും. എന്നിട്ട് പറയും പുറത്ത് ഇങ്ങനെ ഷിഫ്റ്റിംഗ് ടെക്നിക്ക്, ഇവിടെ ഷോൾഡറൊക്കെ പെയിനാണ്, ഇടയ്ക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ ആണെന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഈ ഗ്യാസ്ട്രൈറ്റിസ്, ചെസ്റ്റ് ഡിസ്കംഫോർട്ട്, അങ്ങനെ പ്രത്യേകിച്ച് റീജിയൻ അല്ലാത്ത പെയിനൊക്കെ വരുന്നവർക്ക് ഫാറ്റ് ലിവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫാറ്റ് ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ ആകുമ്പോൾ വരും കേട്ടോ. അത് അവർക്ക് എന്തെങ്കിലും ECGയോ അല്ലെങ്കിൽ എൻസൈമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നോർമലായിരിക്കും. അതവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പല ടെസ്റ്റ് ECG ചെക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൊളസ്ട്രോൾ വേരിയേഷൻ കാണിക്കും. അല്ലാത്തപ്പോഴൊക്കെ പല ടെസ്റ്റുകളും നോർമലാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. അവർക്ക് അറിയത്തില്ല, അവർക്ക് ഫാറ്റ് ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത് അറിയുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കണം. പിന്നെ ഈ ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നം ഉണ്ടാക്കുന്ന ബാക്ടീരിയ എന്ന് വെച്ചാൽ ഹെലിക്കോബാക്ടീരിയ പൈലോറി എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ടാകും. ഈ ബാക്ടീരിയ നമ്മുടെ ശരീര ഫ്ലോറയ്ക്ക്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഫ്ലോറയ്ക്ക് ബാക്ടീരിയ ആവശ്യമാണ്.
അപ്പോഴെന്ത് വിളിക്കുന്നറിയോ, ഈ ബാക്ടീരിയ, നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഈ ചീത്ത ബാക്ടീരിയയാണ് റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരുത്തുകയും ചെയ്യും, ചിലപ്പോൾ ഒരു ക്യാൻസറോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ എപ്പോഴും വരും. അതാണ് ഈ അസുഖത്തിൻ്റെ വേറൊരു പ്രത്യേകത. ഇപ്പം നമ്മൾ ഓടിച്ചെന്ന് അലോപ്പതി ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ തരുന്ന മെഡിസിൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഒന്നെങ്കിൽ ഒരു പാൻറ്റോപ്പ്, അല്ലെങ്കിൽ വിസിലാക്ക്, അല്ലെങ്കിൽ നോർമാക്സിൻ എന്നൊക്കെ പറയുന്ന മെഡിസിനൊക്കെ തരും. ഈ മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും അറിയോ, അതിൻ്റെ സൈഡ് എഫക്റ്റ് അതിനെക്കാളും കൊടുക്കാം. ഈ നോർമാക്സിൻ എന്നൊക്കെ പറയുന്നത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൊടുക്കരുതെന്ന് പറയുന്ന മെഡിസിൻസ്. അതാണ് തലയ്ക്കിപ്പം സീനസിലൊക്കെ നല്ല ആക്ഷനുള്ള മെഡിസിനും അത് ഭയങ്കര കോംപ്ലിക്കേഷനുള്ള മെഡിസിൻസാണ്. മനസ്സിലായോ? അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ, സൈഡ് എഫക്റ്റ്, മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ്, പിന്നെ അൾസറും പ്രശ്നം, അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ വരും. നമ്മളൊരു നിത്യരോഗിയായി മാറും. ഇതിന് ഫസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മദ്യപാനം ശരിക്കും കുറയ്ക്കുക, നല്ല വൃത്തിക്ക് വെള്ളം കുടിക്കുക, ചായ കാപ്പിയൊക്കെ 1-2 കിലോ ഒതുക്കുക. ഗ്യാസ്ട്രിക് അൾസർ വന്ന് ഗ്യാസ്ട്രിക് പ്രശ്നം വരുന്നവർ ഒരു കാരണവശാലും ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഹോമിയോപ്പതിയിൽ നല്ല മെഡിസിൻസ് ഉണ്ട്. നമുക്ക് ഈ മ്യൂക്കസ് മെംബ്രെയിൻ ആക്ഷനുള്ള മെഡിസിൻസ് കൂടുതൽ അപ്ലൈ ചെയ്യണം. GAT പ്ലസ് മ്യൂക്കസ് മെംബ്രെയിൻ ആക്ഷനുള്ള മെഡിസിൻസ് അപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഇത് പെട്ടെന്ന് സ്റ്റേബിളാക്കാം. കാരണം ഈ ഗ്യാസ്ട്രിക് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് വരുമ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്, അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺ ഡിസീസ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ അസുഖത്തിൻ്റെ കാരണം നമ്മുടെ സ്ട്രെസ്സും സ്ട്രെയിനും, പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ, നമ്മൾ അറിയാതാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും അതൊക്കെ. താങ്ക് യു.